നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം പുതിയൊരു ഇൻഫോർമേറ്റീവായ വീഡിയോയിലേക്ക്. നമുക്കറിയാം, പൊതുസ്ഥലങ്ങളിലെ മാലിന്യം എന്ന് പറയുന്നത് ഒരു സാമൂഹ്യ വിപത്താണ്. അപ്പോൾ ഈ ഒരു സാമൂഹ്യ വിപത്തിനെ നേരിടണം എന്നുണ്ടെങ്കിൽ അതിന് പൊതുജനങ്ങളുടെ പങ്കാളിത്തവും അനിവാര്യമാണ്. എന്നാൽ മാത്രമേ ഇത്തരത്തിലുള്ള പൊതുസ്ഥലങ്ങളിലെ മാലിന്യം തള്ളലിന് ഒരു അറുതി വരുത്തുവാനെങ്കിലും സാധിക്കുകയുള്ളൂ. അപ്പോൾ തീർച്ചയായും അതിനായി സർക്കാർ ഒരു പദ്ധതി ആവിഷ്കരിച്ചിട്ടുണ്ട്. ഇതിലൂടെ ഓരോ വ്യക്തിക്കും പഞ്ചായത്തിൽ നിന്ന് 12,500 രൂപ വരെ ലഭ്യമാകും. അപ്പോൾ ഇതിനോട് ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിശദ വിവരങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. വീഡിയോ പരമാവധി ആളുകളിലേക്ക് എല്ലാവരും ഒന്ന് ഷെയർ ചെയ്തെത്തിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവായ വാർത്തകൾ പൊതുജനങ്ങളിലേക്ക് എത്തേണ്ടതും അനിവാര്യമാണ്. സർക്കാർ അറിയിപ്പുകൾ യഥാസമയം ലഭിക്കുന്നതിന് വേണ്ടി വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. അപ്പോൾ നമുക്ക് വിശദ വിവരങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. പൊതുസ്ഥലങ്ങളിലെ മാലിന്യം തള്ളുന്നതിന് തടയിടുന്നതിന് വേണ്ടി സർക്കാരിന്റെ കർശനമായിട്ടുള്ള നടപടികൾ ആരംഭിച്ചിരിക്കുകയാണ്. മാലിന്യം തള്ളുന്നവരെ കുറിച്ച് വിവരം അറിയിക്കുകയാണെങ്കിൽ ആ ഒരു വ്യക്തിക്ക് പാരിതോഷികം നൽകുവാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഇതിനായി മുൻപ് പ്രഖ്യാപിച്ച പ്രതിഫല തുക വീണ്ടും ഇപ്പോൾ വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. പൊതുസമൂഹത്തിന്റെ സഹകരണം ഉറപ്പാക്കിക്കൊണ്ട് മുന്നോട്ടു പോകാനാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തീരുമാനം. ഇതിന്റെ ഭാഗമായി വിവരം നൽകുന്നവർക്ക് പിഴത്തുകയുടെ 25% വരെ പ്രതിഫലമായി നൽകുമെന്ന് മന്ത്രിസഭ അറിയിച്ചിട്ടുണ്ട്. മാലിന്യം തള്ളുന്നവർക്കുള്ള പിഴത്തുക 50,000 രൂപയായി ഉയർത്തിയതായും വിവരം നൽകുന്ന വ്യക്തിക്ക് 12,500 രൂപ വരെ പാരിതോഷികമായി നൽകുമെന്നും മന്ത്രി വ്യക്തമാക്കി. അതായത് പിഴയുടെ 25% ഈ ഒരു വിവരം നൽകുന്ന വ്യക്തിക്ക് ലഭിക്കുക. 50,000 രൂപയുടെ 25% എന്ന് പറയുമ്പോൾ 12,500 രൂപയാണ് പാരിതോഷികമായി ലഭിക്കുക. മാലിന്യമുക്ത നവകേരളം പദ്ധതിയുടെ ഭാഗമായി 2026 മാർച്ച് 30-നകം സംസ്ഥാനത്തെ മാലിന്യമുക്തമാക്കുക എന്ന ലക്ഷ്യവുമായി സർക്കാർ മുന്നോട്ട് പോവുകയാണ്. ഇതിനായി കേരള പഞ്ചായത്ത് രാജ് ഓർഡിനൻസ് 2023 കേരള മുനിസിപ്പാലിറ്റി ഓർഡിനൻസ് പ്രകാരം പിഴത്തുക പരിഷ്കരിച്ചു. ഭേദഗതി പ്രകാരം പൊതുസ്ഥലങ്ങളിലോ സ്വകാര്യ സ്ഥലങ്ങളിലോ മാലിന്യം നിക്ഷേപിച്ചാൽ വരെ പിഴ ചുമത്താമെന്നും മാലിന്യ സംസ്കരണ നിയമങ്ങൾ ലംഘിച്ചാൽ പരമാവധി 50,000 രൂപ പിഴയും 1 വർഷം വരെ തടവും ലഭിക്കാവുന്ന കുറ്റമാണെന്നും വ്യക്തമാക്കി. മാലിന്യം തള്ളുന്നത് സംബന്ധിച്ച വിവരങ്ങൾ 9446700800 എന്ന വാട്സപ്പ് നമ്പറിലേക്കാണ് അയക്കേണ്ടത്. വിവരങ്ങൾ അറിയിക്കുമ്പോൾ വാഹനങ്ങളുടെ നമ്പർ വ്യക്തമാകുന്ന ഫോട്ടോ ആയിരിക്കണം. അതുപോലെ തന്നെ കൃത്യമായ വിവരമായിരിക്കണം നൽകേണ്ടത്. ഇനി അടുത്തതായി പങ്കുവയ്ക്കുന്ന മറ്റൊരു അറിയിപ്പ്, പാക്കറ്റ് ഭക്ഷണത്തിന്റെ ലേബലിംഗിൽ വിമർശനവുമായി സുപ്രീം കോടതി. ഭക്ഷണ പാക്കറ്റിന്റെ പുറത്ത് ഭക്ഷണത്തെ പറ്റിയുള്ള വിവരങ്ങൾ രേഖപ്പെടുത്തുന്ന ഭേദഗതി ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ മാനദണ്ഡങ്ങളിൽ നിർബന്ധമാക്കാൻ സുപ്രീം കോടതി കേന്ദ്രത്തിന് 3 മാസത്തെ സമയപരിധി നൽകി. ഭക്ഷണ പാക്കറ്റിന്റെ പുറത്ത് പഞ്ചസാര, ഉപ്പ്, കൊഴുപ്പ്, മറ്റ് ചേരുവകൾ എന്നിവയുടെ അളവ് പ്രദർശിപ്പിക്കണമെന്നും അതനുസരിച്ച് ഒരു ലേബൽ പ്രദർശിപ്പിക്കണമെന്നും ആവശ്യപ്പെട്ട് സമർപ്പിച്ച പൊതു താൽപര്യ ഹർജി പരിഗണിക്കുകയായിരുന്നു സുപ്രീം കോടതി. കുർക്കുറെ പാക്കറ്റിൽ എന്താണുള്ളത് എന്നതിനേക്കാൾ അതിനുള്ളിൽ എന്താണെന്ന് അറിയാനാണ് കുട്ടികൾക്ക് കൂടുതൽ താല്പര്യമെന്ന് കോടതി പറഞ്ഞു. ഹർജിയിൽ ഉത്തരവ് വന്നാൽ കുർക്കുറയിലും മാഗിയിലും എന്താണ് അടങ്ങിയിട്ടുള്ളതെന്നും പാക്കറ്റുകളുടെ പുറത്ത് എന്തെല്ലാം രേഖപ്പെടുത്തണമെന്നും നിങ്ങൾക്ക് വ്യക്തമാക്കും. നിലവിൽ ഒരു വിവരങ്ങളും ഇവരുടെ പാക്കറ്റുകളിൽ അടയാളപ്പെടുത്താറില്ലെന്ന് കോടതി നിരീക്ഷിച്ചു. ഭക്ഷണ പാക്കറ്റിന്റെ പുറത്ത് അടയാളപ്പെടുത്തേണ്ട പോഷകാഹാരങ്ങളുടെ വിവരങ്ങൾ സംബന്ധിച്ച് 2024 ജൂണിൽ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ചില നിർദ്ദേശങ്ങൾ അംഗീകരിച്ചതായി കേന്ദ്രം കോടതിയെ അറിയിച്ചു. കൊഴുപ്പ്, പഞ്ചസാര, ഉപ്പ്, മറ്റു ചേരുവകൾ എന്നിവയുടെ അളവ് വലിയ അക്ഷരങ്ങളിൽ പാക്കറ്റിന്റെ പുറത്ത് രേഖപ്പെടുത്തണമെന്ന നിർദ്ദേശമാണ് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് അംഗീകരിച്ചതായി കോടതിയെ അറിയിച്ചത്. ഇനി അടുത്തതായി പങ്കുവെക്കുന്ന മറ്റൊരു അറിയിപ്പ്, സംസ്ഥാനത്ത് മെയ് മാസത്തെ റേഷൻ വിതരണം ആരംഭിച്ചിട്ടുണ്ട്. ഓരോ റേഷൻ കാർഡ് ഉടമകളും അവരവരുടെ റേഷൻ വിഹിതം കൈപ്പറ്റുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അതായത് 3 മാസത്തിൽ കൂടുതൽ നിങ്ങൾ റേഷൻ വിഹിതം വാങ്ങിയില്ല എങ്കിൽ നിങ്ങളുടെ റേഷൻ കാർഡ് മുൻഗണനാ വിഭാഗമാണെങ്കിൽ അത് മുൻഗണനേതര വിഭാഗത്തിലേക്ക് തരം മാറ്റുന്ന സാഹചര്യം ഉണ്ടാകും. അപ്പോൾ തീർച്ചയായും അത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിലേക്ക് പോകാതെ നിങ്ങളുടെ റേഷൻ വിഹിതം കൈപ്പറ്റുവാൻ പ്രത്യേകമായി തന്നെ ശ്രദ്ധിക്കണം. റേഷൻ കാർഡ് ഒരു തവണ തരം മാറ്റലിന് വിധേയമായാൽ പിന്നീട് ഒരിക്കലും നിങ്ങൾക്ക് ഈ ഒരു മുൻഗണനാ വിഭാഗം റേഷൻ കാർഡ് ലഭ്യമാവുകയില്ല. അതിലൂടെ ലഭിക്കുന്ന മറ്റ് ആനുകൂല്യങ്ങളും സഹായങ്ങളും നിങ്ങൾക്ക് നഷ്ടപ്പെടുന്ന സാഹചര്യമായിരിക്കും ഉണ്ടാവുക. അപ്പോൾ വളരെ വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിശദ വിവരങ്ങളാണ് പങ്കുവച്ചത്. മറ്റുള്ളവരിലേക്കും നിങ്ങളുടെ കുടുംബങ്ങളിലേക്കും സുഹൃത്തുക്കളിലേക്കും ഒക്കെ ഈ ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും അനൂപ് സൈനിങ് ഔട്ട്.